കൈയിന്റെ വിരലിന് പകരം നാവ് ഓപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞ എന്താണ് ആൾക്ക് തലക്ക് സ്ഥിരതയില്ലേ എന്ന എൻ്റെ ഒക്കെ ചോദ്യം. ആരോഗ്യമന്ത്രി എന്നുള്ള രീതിയിലേക്ക് ഒരു ക്വാളിറ്റി ഇല്ലാതെ മാധ്യമ പ്രവർത്തകർ തന്നെയാണ്. പക്ഷെ ആരോഗ്യമന്ത്രി ശരിക്കും എത്രയോ ബെറ്റർ ആയിരുന്നു, എത്രയോ മെച്ചമായിരുന്നു ശൈല ടീച്ചർ. ഒരു കാലിൽ പ്രശ്നമുണ്ടെങ്കിൽ മറ്റേ കാലിൽ ഒരു കട്ട് ചെയ്യും, അല്ലെങ്കിൽ ഈ കൈക്ക് പകരം ആ കാല് കട്ട് ചെയ്യുമല്ലോ ഇവര് ഈ കോലത്തിലാണെങ്കിൽ. ഇത്തരം രീതിയിലേക്ക് ശരിക്കും സർക്കാർ ആരോഗ്യ വകുപ്പ് പോവുകയാണെങ്കിൽ എന്താ ചെയ്യുക? ചില ആളുകൾ കേട്ടോ, എല്ലാവരും നമുക്ക് പറയാൻ പറ്റില്ല. ഈ പാവപ്പെട്ട രോഗികളൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പാവപ്പെട്ട രോഗികളൊക്കെ ഈ ഡോക്ടർമാരടുത്ത് ചെന്നിട്ട് സ്വന്തം കുഞ്ഞിനെക്കുറിച്ചോ സ്വന്തം അച്ഛൻ്റെ കാര്യത്തെക്കുറിച്ചോ ഒക്കെ ഒന്ന് അന്വേഷിക്കുമ്പോൾ ആട്ടിവിടുന്ന, അപമാനിച്ചിട്ട് ഒരു മറുപടി പോലും പറയാതെ പറ്റില്ലെങ്കിൽ നിർത്തിപ്പോണെന്നേ. കാര്യം ഇത്തരം രീതിയിലേക്ക് കൈക്ക് പകരം നാവ് ഓപ്പറേറ്റ് ചെയ്യുന്ന കണ്ടീഷനിലേക്കൊക്കെ ആണെങ്കിൽ ഇവർ നിർത്തിപ്പോണെന്നേ. ഇവരൊന്നും ഇതിന് യോഗ്യരല്ല. പഠിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. ആദ്യം നിങ്ങൾ കൈ ഓപ്പറേഷൻ ചെയ്യാനാണ് അവിടെ പോയത്. അങ്ങോട്ട് കയറ്റിയത് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെയ്ത് വരുമ്പോൾ നാവിനിടയിൽ മൊത്തം ചോരാണ്. ഈ കുട്ടിക്ക് ഓപ്പറേഷൻ ചെയ്തു എന്ന് വെക്കാൻ ഉഷാക്ക, ഈ കൈക്ക് പകരം നാവിനാണോ സംസാര ശേഷി നഷ്ടപ്പെട്ട എന്തായിരിക്കും അവസ്ഥ? വളരെ ഇത്തരം രീതിയിലേക്കുള്ള സംഭവങ്ങൾ ഡോക്ടർമാർ ചെയ്യാൻ പാടില്ല. കാര്യം കുറച്ചു മുമ്പ് കത്രിക മറന്നു വെക്കുന്ന സംഭവം, മറ്റുള്ള ICU പീഡനം, ഇത്രയും ഒരുപാട് പ്രശ്നങ്ങളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരുന്നത്. ഇത്തരം രീതിയിലേക്ക്, അതായത് വിരൽ ഓപ്പറേഷൻ ചെയ്യുന്നതും നാവിന്റെ അടിയിൽ ഓപ്പറേഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവന് സ്വബോധാവസ്ഥയിലാണോ ഈ ഡോക്ടർ എന്ന് 100% ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങളോട് 100% ഇതെന്ത് ചെയ്യണം, ആരോഗ്യമന്ത്രി ഇടപെട്ട് ഇത്തരം രീതിയിലേക്കുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്നുള്ള കണ്ടീഷനിലേക്ക്, ഇവരുടെ കുട്ടിക്ക് ആവർത്തിച്ച പോലെ ഇനി ആവർത്തിക്കരുത് എന്ന് വെച്ചിട്ടാണ് അവർ കേസ് ഫയൽ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അല്ല, നല്ല IMA ന്യായീകരിക്കാൻ വരുന്നേ. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതിന്റെ എന്തോരം നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് ഇവനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാണ്. അതായത് എന്തിന് ഡോക്ടർമാർ അത്രയും ഗുണ്ടകൾ ശരിക്കും ഡോക്ടർമാരിലുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളും ഞാനും എന്താ ചൂണ്ടിക്കാണിച്ചത്, ശരിക്കും ഒരു കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടുന്നു നമ്മൾ കാണും. ഈ റിപ്പോർട്ട് തേടിയിട്ട് വേറെ എന്ത് കാര്യം നടക്കും? നമസ്കാരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെല്ലാം സ്വബോധാവസ്ഥയിലാണോ എന്ന് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കാര്യം പല പ്രശ്നങ്ങളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുമ്പ് കൈക്ക് പകരം നാവ് ഓപ്പറേഷൻ ചെയ്ത ഒരു കുട്ടിയുടെ ഉമ്മയാണ് നമ്മോട് കൂടെ ഇരിക്കുന്നത്. നമസ്കാരം. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഞങ്ങൾ വിരല് കട്ട് ചെയ്യാൻ പോയത്. ഓൾക്ക് ഒരു 6 വിരലുണ്ട്. അപ്പം എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഓല് ചെയ്തത് നാവിൻ്റെ അടിയിലാണ്. നാവിൻ്റെ അടിയിൽ ഓൾക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഓല് പറയുന്നത് എന്തോ കണ്ട് അങ്ങനെ ചെയ്തെന്നാണ് പറയുന്നത്. ആദ്യം നിങ്ങൾ കൈ ഓപ്പറേഷൻ ചെയ്യാനാണ് അവിടെ പോയത്. അങ്ങോട്ട് കയറ്റിയത് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെയ്ത് വരുമ്പോൾ നാവിനടിയിൽ മൊത്തം ചോരാണ്. നാവിന്റെ അടിഭാഗത്ത് ചോര കണ്ടിട്ടാണോ ശരിക്കും? ചോര കണ്ടിട്ട് നമ്മൾ അറിയുന്നത് നാവിനടിയിൽ ചെയ്തെന്നുള്ളത്. അപ്പൊ സിസ്റ്റർ പറഞ്ഞ നാവിന്റെ ഇടയിൽ ചെയ്ത് നിങ്ങൾ അവിടെ പോയി ചോദിച്ചു നോക്കിന്ന് പറഞ്ഞു. എവിടെ പോയി ചോദിക്കാൻ പറഞ്ഞു? നമ്മളെ വാർഡിലേക്ക് ആക്കി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് തന്നെ പോയി ചോദിച്ചു. നാവിന്റെ അടിയിൽ ബ്ലഡ് കണ്ടതിൽ പിന്നെയാണ് നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളെ കൈ? അപ്പൊ കുട്ടിയുടെ കൈ അതേപോലെ തന്നെ ഉണ്ട്. കൈയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ തിയേറ്ററിൽ പോയി ചോദിച്ചപ്പോ ഡോക്ടർ വന്ന് ഡോക്ടർ പറഞ്ഞു ഓൾക്ക് മാറിപ്പോയതാണ്. ഡോക്ടർ എന്താണ് പറഞ്ഞത്? പറഞ്ഞു കുട്ടി കരഞ്ഞപ്പോ നാവിന്റെ അടിയിൽ എന്തോ കണ്ട് അങ്ങനെ ചെയ്തതാന്ന് പറഞ്ഞു. കുട്ടി കരഞ്ഞപ്പോ നാവിന്റെ അടിയിൽ എന്തോ കണ്ടു. അപ്പൊ ഈ ഡോക്ടർമാര് ശരിക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കുന്നില്ല. ഇല്ല, ഒരു ഷീറ്റൊന്നും നോക്കാതെ പോയി ചെയ്തിട്ടുണ്ടാവും. അതാ സംഭവിച്ചത്. ഷീറ്റില് കൃത്യമായിട്ടല്ലോ ചെയ്തല്ലോ. എന്താ ചെയ്യേണ്ടത്? എത്ര വയസ്സായി കുട്ടിക്ക്? അവൾക്ക് 4 വയസ്സ്. 4 വയസ്സായ കുട്ടിയാണ്, പെൺകുട്ടിയാണ് അല്ലേ? ഇപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഓപ്പറേഷന് വേണ്ടി കൈയിന്റെ അഡീഷണൽ ഒരു വിരലിന് വേണ്ടി ഓപ്പറേഷന് വേണ്ടി പോകുന്നു, തിയേറ്ററിൽ അഡ്മിറ്റ് ചെയ്യുന്നു അല്ലേ? തിയേറ്ററിലാക്കുന്നു. നാവ് ഓപ്പറേഷൻ ചെയ്തു. നാവ് എന്താണ് ഓപ്പറേഷൻ ചെയ്തത് അവരെന്ന് പറയുന്നത്? നാവിന്റെ അടിയിൽ എന്തോ ഒരു കെട്ട് കണ്ട് അത് ഒരു കട്ട് ചെയ്തെന്നാ പറയുന്നത്. അതായത് നിങ്ങളുടെ പരാതി അങ്ങനത്തെ ഒരു സംഭവം ഓലോട് പറഞ്ഞിട്ടില്ല. നമ്മള് വിരല് കട്ട് ചെയ്യാൻ അങ്ങോട്ട് പോയത്. ഓല് ചെയ്ത് നാവിന്റെ അടിയിൽ. എന്താണ് ഇത്തരം സംഭവത്തിനോട് ശരിക്കും നിങ്ങൾ ഒരു ഉമ്മയാണ് ശരിക്കും എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാവും അത്തരം രീതിയിലേക്ക് കേൾക്കുമ്പോൾ? ഈ ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കേസായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇത് ഭാവിയിൽ എന്ത് സംഭവിക്കുക എന്താണെന്ന് അറിയില്ല. എന്തൊരു കഷ്ടമാണ്. ഞാൻ പറയുന്നത് ശരിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആളുകളൊക്കെ ഒന്നുകിൽ ലഹരിക്ക് അടിമയാണ്. കുറച്ചാളുകൾ, എല്ലാവരെയും എടുത്തു പറയുന്നത് ലഹരിക്ക് അടിമയാണ്. MDMA പോലെയുള്ള പദാർത്ഥങ്ങൾ ഇവർ അടിക്കുന്നുണ്ടോ എന്ന് ശരിക്കും ആരോഗ്യവകുപ്പ് ചെക്ക് ചെയ്യണം. 100% ആരോഗ്യമന്ത്രിയൊക്കെ ശരിക്കും ഇവരെ ശരിക്കും ചെക്ക് ചെയ്ത് വേണം ചെയ്യാൻ. കാര്യം ഡോക്ടേഴ്സിനെ അടച്ചാക്ഷേപിക്കുകയല്ല. കുറച്ച് ഡോക്ടർമാർ ഇത്തരം സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശരിക്കും തെളിവ് സഹിതം പുറത്തു വന്നാണ്. ഡോക്ടർമാർ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡോക്ടറിന് പഠിക്കുന്ന ആളുകൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് മുൻപ് പല ന്യൂസുകളിലൊക്കെ ആയിട്ട് ജനങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത്തരം രീതിയിലേക്ക്, അതായത് വിരൽ ഓപ്പറേഷൻ ചെയ്യുന്നതും നാവിന്റെ അടിയിൽ ഓപ്പറേഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവന് സ്വബോധാവസ്ഥയിലാണോ ഈ ഡോക്ടർ എന്ന് 100% ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങളോട് സോറി പറഞ്ഞോ ഒഴിവാക്കുകയാണോ ചെയ്തത്?
ഓലെ പറ്റി തെറ്റാണ് പറഞ്ഞിട്ട് എഴുതി ഒപ്പിട്ട് തന്നു സർ. തെറ്റ് പറ്റിയെന്ന് എഴുതി ഒപ്പിട്ട് തന്നു, എന്റെ കയ്യിൽ തെറ്റ് പറ്റി എന്ന് പറഞ്ഞിട്ട്. അതോടെ തീർന്നു? ഇല്ല, കേസായിട്ട് ഇനി മുന്നോട്ട് പോകാം. അല്ല, അതോടെ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു. അതായത് ഇനിയിപ്പോ കൈക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കണ്ടാവും അല്ലേ? പിന്നെ ഒരു ഡോക്ടർ പറഞ്ഞ് ചെയ്തരാണ് കുട്ടീനെ അങ്ങോട്ട് തന്നെ കൊണ്ട് എന്നിട്ട് ചെയ്തോ? ചെയ്ത് പിന്നെ കൊണ്ടുവന്നു. ചെയ്തു, വെല്ല് കട്ട് ചെയ്ത് കൊണ്ടു. 2 ഓപ്പറേഷൻ ചെയ്തു. അത് കഴിഞ്ഞ് വഞ്ചിട്ട് ഇപ്പൊ വെല്ലിന്റെ ചെയ്തു. എന്തൊരു ഉത്തരവാദിത്തം ഇല്ലാത്ത സംഭവമാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. ശരിക്കും ഇത്തരം രീതിയിലേക്കൊക്കെ ശരിക്കും എങ്ങനെയാണ് ഡോക്ടർമാരെടുത്ത് ഒരാൾ പോവുക എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാര്യം കുറച്ചു മുമ്പ് കത്രിക മറന്നു വെക്കുന്ന സംഭവം, മറ്റുള്ള ICU പീഡനം, ഇത്രയും ഒരുപാട് പ്രശ്നങ്ങളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ. 100% ഇതെന്ത് ചെയ്യണം, ആരോഗ്യമന്ത്രി ഇടപെട്ട് ഇത്തരം രീതിയിലേക്കുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്നുള്ള കണ്ടീഷനിലേക്ക്, ഇവരുടെ കുട്ടിക്ക് ആവർത്തിച്ച പോലെ ഇനി ആവർത്തിക്കരുത് എന്ന് വെച്ചിട്ടാണ് അവർ കേസ് ഫയൽ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. കേസ് ഫയൽ ചെയ്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവർ ഗവൺമെന്റ് സപ്പോർട്ടേഴ്സ് നോക്കിയിട്ട് മാത്രമേ, ഗവൺമെന്റിനെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഡോക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ട് മാത്രമേ അവിടെയുള്ള സംഭവത്തിൽ റിപ്പോർട്ട് വരുള്ളൂ. നമ്മൾ ഒരുപാട് കണ്ടതാണ്. ഇത്തരം രീതിയിലേക്കൊക്കെ എന്താണ് ചെയ്യുക? ഞാൻ ചോദിക്കുന്നത് ജനങ്ങളോട് ചോദിക്കുകയാണ്. ശരിക്കും എൻ്റെ മാത്രം സംശയമാണ്, ഇവർ ഇത്തരം വല്ല ലഹരി പദാർത്ഥങ്ങൾ അടിച്ചിട്ടാണോ ഈ വർക്കിന് വേണ്ടി ഇറങ്ങുന്നത് എന്ന് പറയും. നമ്മൾ മുൻപ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഡോക്ടർമാരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് കുടുംബത്തോടു കൂടെ ജീവിക്കാൻ കഴിയുന്നില്ല. കുറച്ച് ആളുകൾ ഉദ്ദേശിച്ചാണ് ഈ പറയുന്നത്, ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് കുടുംബത്തിൻ്റെ കൂടെ, ഭാര്യമാരുടെ കൂടെ, കുട്ടികളുടെ കൂടെ എൻജോയ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. പറ്റില്ലെങ്കിൽ നിർത്തിപ്പോണമെന്നേ. കാര്യം ഇത്തരം രീതിയിലേക്ക് കൈക്ക് പകരം നാവ് ഓപ്പറേറ്റ് ചെയ്യുന്ന കണ്ടീഷനിലേക്കൊക്കെ ആണെങ്കിൽ ഇവർ നിർത്തിപ്പോണമെന്നേ. ഇവരൊന്നും ഇതിന് യോഗ്യരല്ല. പഠിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. ഇവരൊന്നും വാങ്ങുന്ന ശമ്പളം നാട്ടുകാർക്ക് വിധിച്ചു കൊടുക്കലല്ല ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് ശമ്പളം വരുന്നില്ലേ? പിന്നെ ഓരോ ജോലിക്കും അതിൻ്റെ റിസ്ക് ഉണ്ട്. ഇവിടെ പാവപ്പെട്ട കൂലിപ്പണിക്കാരന് പോലും അത്തരം രീതിയിലേക്കുള്ള റിസ്ക് ഉണ്ട്. അവൻ പോലും റിസ്ക് എടുത്താണ് ജീവിക്കുന്നത്. നിങ്ങളും അതേ റിസ്ക് തന്നെ എടുക്കും. നിങ്ങൾ റിസ്ക് എടുക്കുന്നതിൻ്റെ അത്ര നല്ല രീതിയിലേക്ക് ശമ്പളവും വാങ്ങുന്നുണ്ട്. കൈയിൻ്റെ വിരലിന് പകരം നാവ് ഓപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് ആൾക്ക് തലക്ക് സ്ഥിരതയില്ലേ എന്നാണ് എൻ്റെ ഒക്കെ ചോദ്യം. ഒന്നുകിൽ ലഹരിക്ക് അടിമയായിരിക്കും. ഒരു ലിസ്റ്റ്, ഒരു ഡോക്ടർ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ആ ലിസ്റ്റ് നോക്കിയിട്ട് എന്താണ് പ്രശ്നമെന്ന് നോക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴുള്ള അവസ്ഥ എന്താ? നമ്മളത് എടുത്തു പറയേണ്ടതല്ലേ? നമ്മൾ എങ്ങനെയാണ് ഇത്തരം രീതിയിലേക്ക് സർക്കാർ ഹോസ്പിറ്റലിൽ പോവുക? ഒരു കാലിന് പ്രശ്നം ഉണ്ടെങ്കിൽ മറ്റേ കാല് ഒരു കട്ട് ചെയ്യും, അല്ലെങ്കിൽ ഈ കൈക്ക് പകരം ആ കാല് കട്ട് ചെയ്യുമല്ലോ ഇവർ ഈ കോലത്തിലാണെങ്കിൽ. ഇത്തരം രീതിയിലേക്ക് ശരിക്കും സർക്കാർ ആരോഗ്യ വകുപ്പ് പോവുകയാണെങ്കിൽ എന്താ ചെയ്യുക? ഇതിനൊക്കെ ലാസ്റ്റ് ന്യായീകരണം കണ്ടെത്തും ആരോഗ്യ മന്ത്രിയൊക്കെ. ശരിക്കും എനിക്ക് പറയാനുള്ള ഒരു വിഷയം വല്ലാത്ത രീതിയിലേക്കുള്ള സംഭവമാണ്. അതായത് ആരോഗ്യമന്ത്രി എന്നുള്ള രീതിയിലേക്ക് ഒരു ക്വാളിറ്റി ഇല്ലാതെ മാധ്യമപ്രവർത്തക തന്നെയാണ്. പക്ഷെ ആരോഗ്യമന്ത്രി ശരിക്കും എത്രയോ ബെറ്റർ ആയിരുന്നു, എത്രയോ മെച്ചമായിരുന്നു ശൈല ടീച്ചർ. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും പല ആശുപത്രിയിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും മിണ്ടാതിരിക്കുന്ന ഒരു ആരോഗ്യമന്ത്രിയാണ് ഇന്നുള്ളത്. ഇതിനേക്കാൾ എത്രയോ മെച്ചമായിരുന്നു ശൈല ടീച്ചർ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതേ സ്ഥലത്ത് അവിടെ പോയി ആ പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള ഒരു സാമാന്യ ലെവലിലേക്കുള്ള ഒരു മര്യാദ ആ ശൈല ടീച്ചർക്ക് ഉണ്ടായിരുന്നു. ഇന്നത്തെ ശരിക്കും സർക്കാരിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശരിക്കും അത്ര നല്ലൊരു ആരോഗ്യമന്ത്രി ഉണ്ടായിട്ട് പോലും 100% വീണ്ടും അവരെ വേണ്ട എന്ന് വെക്കാൻ എന്തുകൊണ്ടാണ് ഈ ഇടതുപക്ഷത്തിന് സാധിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എത്രയോ നല്ലതായിരുന്നു ശരിക്കും ശൈല ടീച്ചർ. ജനങ്ങളുടെ പ്രശ്നം ടീച്ചറമ്മ എന്നുള്ളൊരു പേര് വരെ ശൈല ടീച്ചർ വന്നായിരുന്നു. എന്തുകൊണ്ടാണ് അവരെ ഈ ഒരു മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താത്തത് എന്നുകൂടി എനിക്ക് വല്ലാത്ത രീതിയിലേക്ക് അമർഷമുണ്ട് അവർക്ക്. അത്തരം രീതിയിലേക്ക് അവരെ കൊണ്ടുപോകുന്ന രീതിയിലേക്ക് കൊണ്ടുപോകായിരുന്നു. പ്രശ്നങ്ങൾ ഒരുപാട് വഷളായി കൊണ്ടിരിക്കുകയാണ്. ഇനി കേസുമായി നിങ്ങൾ മുന്നോട്ട് പോവാ അല്ലേ? ഇനി ഒരാൾക്കും ഇത് ഉണ്ടാവാൻ പാടില്ല അല്ലെ? ഇനിയൊരു കുട്ടിയും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. എങ്ങനെ? ഇനിയൊരു കുട്ടിയും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. ആ സമയത്ത് എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ, മാനസികാവസ്ഥ? വല്ലാത്തൊരു മാനസികാവസ്ഥ അല്ലേ? അതിനാര് നഷ്ടം വെച്ച് തരും? ആ കൂടെ പതറിപ്പോയില്ലേ നിങ്ങൾ? ആ കുട്ടിക്ക് ആ നാവിന്റെ ഓപ്പറേഷനിൽ എന്തെങ്കിലും സംസാരശേഷി നഷ്ടപ്പെടുവാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക? അവരുടെ ആരോടാ പോയി പ്രശ്നങ്ങൾ പറയാം? നൗഷാദ്, ശരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നീതി വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, അതല്ല ഞാൻ പറയുന്നത്. ഇത്തരം രീതിയിലേക്ക് ഞാൻ ചോദിക്കുന്നത്, കുറച്ച് ഡോക്ടർമാർ, എല്ലാ ഡോക്ടർമാരും നമ്മൾ പറയാൻ കഴിയില്ല. ഡോക്ടർമാർ വലിയ സംഘടനയാണ്. IMA നമ്മളെ പേരിൽ പരാതി വരെ കൊടുത്താണ് നമ്മൾ രണ്ടുപേര്. അപ്പോൾ നമ്മൾ വലിയ സംഭവമാണ്. ഈ IMA-നോടൊക്കെ പറയാനുള്ള സംഭവം എന്താ വെച്ചാൽ, ഇവരൊക്കെ ലഹരിക്ക് അടിമയാണോ എന്ന് നിങ്ങൾ നോക്കണം. കാര്യം ഇത്തരം രീതിയിലേക്കാണ് നിങ്ങളെ പേര് പറയിപ്പിക്കുന്നത്. നിങ്ങൾ വലിയ രീതിയിലേക്ക് ന്യായീകരിക്കും. ശരിക്കും വല്ലാത്ത രീതിയിലേക്കാണ് IMA ഒക്കെ ന്യായീകരിക്കുക അല്ലേ? ഡോക്ടർമാരെ വല്ലാതെ അവർക്ക് എന്താണ് ഡോക്ടർമാർ അല്ല ഇവരെന്താ പറയുന്നത് നൗഷാദ്? ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഇവർക്ക് സമാധാനമില്ല, കുട്ടികളുടെ കൂടെ ഭാര്യയുടെ കൂടെ നിൽക്കാനുള്ള സമാധാനം ഇത് പറ്റില്ലെങ്കിൽ നിർത്തിപ്പോണെന്ന് ഇവര്. അല്ല, ഇത് നമ്മുടെ പൊതുമുതലുണ്ടല്ലോ, അതേപോലെ നമ്മുടെ നികുതിപ്പണം ഉണ്ടല്ലോ, ഇവരൊക്കെ MBBS-ഉം മറ്റും കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ നികുതിപ്പണത്തിൻ്റെ ഒരുപാട് പണം ഇവർക്ക് വേണ്ടി ചെലവാക്കിയിട്ടാണ് ഇവർ പുറത്തിറങ്ങുന്നത്.
ഇവർ വിചാരിക്കുന്നത് ഇവരെന്തോ പവർ കൊണ്ട് ഇവരെന്തോ ഹുങ്ക് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്നാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഈ ബിരുദം കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം മാറുന്നത്. ചില ആളുകൾ കേട്ടോ, എല്ലാവരും നമുക്ക് പറയാൻ പറ്റില്ല. ഈ പാവപ്പെട്ട രോഗികളൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പാവപ്പെട്ട രോഗികളൊക്കെ ഈ ഡോക്ടർമാരുടെ അടുത്ത് ചെന്നിട്ട് സ്വന്തം കുഞ്ഞിനെക്കുറിച്ചോ സ്വന്തം അച്ഛൻ്റെ കാര്യത്തെക്കുറിച്ചോ ഒക്കെ ഒന്ന് അന്വേഷിക്കുമ്പോൾ ആട്ടിവിടുന്ന, അപമാനിച്ചിട്ട് ഒരു മറുപടി പോലും പറയാതെ അവഹേളിക്കുന്ന ചില ഡോക്ടർമാരെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ എന്തൊക്കെയോ വിഷയങ്ങൾ ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഈ മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറയുന്ന ഈ സംഭവം ഉണ്ടാകുമ്പോൾ അതിലൊരു നടപടി വരാൻ അല്ല എടുക്കാൻ ഈ സംഘടനകൾ തയ്യാറല്ല. IMA പോലുള്ള അല്ല നല്ല IMA ന്യായീകരിക്കാൻ വരുന്നേ. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതിന്റെ എന്തോരം നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് ഇവനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാണ്. അതായത് എന്തിന് ഡോക്ടർമാർ അത്രയും ഗുണ്ടകൾ ശരിക്കും ഡോക്ടർമാരിലുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളും ഞാനും എന്താ ചൂണ്ടിക്കാണിച്ചത്, ശരിക്കും ഒരു കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് കൊണ്ടുവന്നതാണ്. അതിനപ്പുറത്തേക്ക് നൗഷാദിന്റെ ഫോട്ടോ വെച്ച് ഇവരെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ് ഗുണ്ടായിസം വരെ കളിക്കുന്ന ഡോക്ടർമാരുണ്ട്. പറയേണ്ടിയിരിക്കുന്ന കാര്യം തീർച്ചയായിട്ടും. പിന്നെ വേറെ കാര്യം കൂടെ പറയാം, വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഇവരൊക്കെ പറയുന്നത് IMA അടക്കം പറയുന്നത് ഇവർക്ക് എന്താണ് പറയാ, ഇവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നില്ല, സമയം കിട്ടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ കൂടെ ഇവരൊക്കെ ബുക്ക് ചെയ്യുന്ന വണ്ടി ഓഡിയും BMW മാത്രം, ഡോക്ടർമാർക്ക് മാത്രമാണ് ഈ സാധനം ഇറക്കിയത്. അതുകൊണ്ട് ഞാൻ വീണ്ടും ചോദിക്കുന്ന സംഭവം, ഓഡിയും BMW ഒക്കെ നിങ്ങൾ എടുത്തോ, പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ വാങ്ങുന്ന ശമ്പളം ജനങ്ങൾക്ക് വീതിച്ചു കൊടുക്കുകയാണോ നിങ്ങൾ ഈ അവകാശം ചോദിച്ചു വാങ്ങാൻ? കാര്യം ഞങ്ങൾക്ക് പ്രൈവസി വേണം, ഞങ്ങളോരാരും ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന് പറയാൻ എന്ത് ഉത്തരവാദിത്വമാണ് നിങ്ങൾക്കുള്ളത്? അത്ര രീതിയിലേക്കുള്ള ചോദിക്കേണ്ടിയിരിക്കുന്നവരോട് അല്ല. ഇതിൽ ഇപ്പം എന്താ സംഭവം അറിയോ, ഇപ്പം നാളെ നമ്മുടെ ഫാത്തിമ ഹോസ്പിറ്റൽ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് ഇവർ നമ്മളെ പേടിപ്പിക്കാൻ നോക്കിയത്. അത് വേറെ കാര്യം. അപ്പോൾ പേടിച്ചോ എന്നുള്ളത് വേറെ കാര്യം. പിന്നെ നമ്മൾ ഏതൊക്കെ വിഷയങ്ങൾ നമ്മൾ സജീവമായി നിന്നു എന്നുള്ള കാര്യം. പക്ഷേ അന്ന് അവർ മിന്നൽ പണിമുടക്ക് നടത്തി. ഈ ഡോക്ടർമാരെല്ലാ ഹോസ്പിറ്റലിലും പണിമുടക്ക് നടത്തി. നമ്മളന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, തലേന്നത്തെ ഒരു കൂലിപ്പണം കൊണ്ട് പിറ്റേന്ന് സ്വന്തം അസുഖത്തെ ചികിത്സിക്കാൻ വന്ന പാവപ്പെട്ട ആളുകൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇവർ ചെയ്യുന്നതാ, ഇവർ പല സ്പോൺസർമാരോടും പരസ്യത്തിൻ്റെയും മരുന്ന് ആവശ്യമല്ലാതെ എഴുതി കൊടുത്തും ചില ആളുകൾ നിങ്ങൾ പറഞ്ഞതുപോലെ വിദേശ നിർമ്മിത കാറുകളും മറ്റും വളരെയധികം എന്താ പറയുക സ്വന്തം കുടുംബത്തിലേക്ക് കൊണ്ടുപോയിട്ട് എന്നിട്ടാണ് ഇവർ നമ്മോട് വലിയ നീതി പറയുന്നത്. ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുത്തി അല്ല കേട്ടോ ഞാൻ സംസാരിക്കുന്നത്. ചില ആളുകൾ ബിസിനസ് പക്ക ബിസിനസ്സാണ് ചെയ്യുന്നത്. പക്ഷേ ചില ഡോക്ടർമാർ നമുക്ക് നേരിട്ടറിയാം. എത്ര ഡോക്ടർമാരെ നമ്മുടെ പാവപ്പെട്ട ആളുകളുടെ കേസുകൾ പറയുമ്പോൾ എന്തൊക്കെ രീതിയിൽ സഹായിക്കുന്ന ഡോക്ടർമാരെയൊക്കെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇതിലൊക്കെ ഒരു വിഷയം, സർക്കാരുകൾ മാറി വരുന്ന സർക്കാരുകൾ ഇവരുടെ ഈ ഒരു സംഘടനാ ബലം കണ്ട് പേടിക്കാതെ ഒരു വിഷയം വന്നാൽ അല്ലെങ്കിൽ ഒരു പരാതി വന്നാൽ അത് പരിഹരിക്കാനും നടപടിയെടുക്കാനും തുനിഞ്ഞാൽ ബാക്കിയുള്ള ആളുകളൊക്കെ നന്നാവും. അതേപോലെ തന്നെ ഈ സംഘടനകളുണ്ടല്ലോ, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന മെമ്പർമാരായിട്ടുള്ള ആളുകൾ എന്ത് തെറ്റ് ചെയ്താലും അവരെ സംരക്ഷിക്കുക എന്നുള്ളത് മാറ്റി നിർത്തിക്കൊണ്ട് അവർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യാനുള്ള അല്ലെങ്കിൽ നടപടിക്ക് പിന്തുണ കൊടുക്കാൻ, സർക്കാരിന് പിന്തുണ കൊടുക്കാനുള്ള ഒരു മനസ്സ് ആർക്കുണ്ടാകണം? സംഘടനകൾക്കുണ്ടാകണം. പാവപ്പെട്ട ജനങ്ങൾക്ക് ഇവിടെ ജീവിച്ചു പോകണ്ടേ? ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കുറിച്ച് അതെ, ഞാൻ പറയുന്നതേ, ഞാൻ ചെറിയ കാര്യം ചോദിക്കുകയാണ്. ആരോഗ്യമന്ത്രി, ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി, സഹപ്രവർത്തകർ കൂടിയ ആരോഗ്യമന്ത്രി മാധ്യമപ്രവർത്തകയാണല്ലോ. ആ ആരോഗ്യമന്ത്രിയുടെയും എത്രയോ മെച്ചമായിരുന്നു ശൈല ടീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇതിനെന്താ നമ്മുടെ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടുന്നു നമ്മൾ കാണും. ഈ റിപ്പോർട്ട് തേടിയിട്ട് വേറെ എന്ത് കാര്യം നടക്കുന്നു? ശൈല ടീച്ചർ അഭിപ്രായം എന്താ നിങ്ങൾക്ക്? ടീച്ചർ പിന്നെ എന്തെങ്കിലും പ്രശ്നം സ്പോട്ടിലെത്തി ആ പ്രശ്നങ്ങൾ സംഭവം ശരിക്കും ആരോഗ്യമന്ത്രിയുടെ കയ്യിലുണ്ടോ? ജനങ്ങൾക്കൊപ്പമായിരുന്നു. ഇപ്പൊ നമുക്ക് ICU കേസിൽ പിന്നെ അതിജീവിതക്കൊപ്പം നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഇപ്പോൾ പിന്നെ എല്ലാവരും കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ അതിജീവിതക്കൊപ്പം ആരുമില്ല എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അവർ പൊരി വെയിലത്ത് എത്രയോ സമരമൊക്കെ ചെയ്യേണ്ടി വന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഒരു പിന്നെ അതിജീവിത നമ്മുടെ സമൂഹത്തിൻ്റെ തെറ്റാണ്, നമ്മുടെ സർക്കാരിൻ്റെ തെറ്റാണ്, നമ്മുടെ ഏജൻസികളുടെ തെറ്റാണ്. ഒരു സ്ത്രീ പൊരി വെയിലത്ത് നീതിക്ക് വേണ്ടി സമരം ചെയ്യേണ്ടി വരിക, പ്ലക്കാർഡ് പിടിച്ച് ഇരിക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ നാണം അല്ലേ, നാണിച്ച് തലകുനിക്കേണ്ട ഒരവസ്ഥയല്ലേ? അപ്പോൾ അതൊക്കെ നമ്മുടെ സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാര്യം ഇതൊക്കെ വല്ലാത്ത രീതിയിൽ ഇപ്പൊ ഈ കുട്ടിക്ക് ഓപ്പറേഷൻ ചെയ്തു എന്ന് വെക്കാനോ ഉഷാക്ക, ഈ കൈക്ക് പകരം നാവിനാണോ? സംസാര ശേഷി നഷ്ടപ്പെട്ട എന്തായിരിക്കും അവസ്ഥ? വളരെ ഇത്ര രീതിയിലേക്കുള്ള സംഭവങ്ങൾ ഡോക്ടർമാർ ചെയ്യാൻ പാടുണ്ടോ? ഞാൻ ചോദിക്കുന്നത് ഇവരൊക്കെ ലഹരിക്ക് അടിമയാണോ എന്ന് ചോദിക്കാൻ കാരണം സാമാന്യ ലെവലിലേക്ക് എന്താണ് പറയാ, എഞ്ചിൻ പണി എടുക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഗിയർ ബോക്സ് അഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇതിൽ വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇപ്പോൾ
ഒരു തെറ്റ് ഡോക്ടർ ചെയ്താൽ കുടുംബങ്ങൾ അല്ലെങ്കിൽ കൂടെയുള്ള ആളുകൾ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഡോക്ടർമാർക്ക് നിയമ പരിരക്ഷ കൊടുക്കണം എന്നാണ് എല്ലാ ഏജൻസികളും സർക്കാരും ഒക്കെ മുൻകൈ എടുക്കുന്നത്. ഇത്തരത്തിൽ പിന്നെ വേദന അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സംഭവിക്കുന്ന രോഗികളുടെ ആളുകൾക്ക് എന്ത് പരിരക്ഷയുള്ളത്? നമ്മൾ അതിനൊരു നിയമം കൂടി വേണമെന്നാ പറയും. ഡോക്ടർമാർക്ക് കൊടുത്തോട്ടെ, ആരെങ്കിലും അതിക്രമിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നിയമം ലംഘിച്ചുകൊണ്ട് ആക്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കപ്പെടണം. യാതൊരു തർക്കവുമില്ല, ഒരു ഗുണ്ടായുസത്തിനും നമ്മൾ പ്രോത്സാഹനമില്ല. മറിച്ച് പാവപ്പെട്ട ഒരു രോഗിക്ക് അനുഭവം വരുമ്പോൾ അവർക്ക് നീതി കിട്ടണ്ടേ? അവർക്ക് അനുകൂലമായിട്ട് ഒരു നിയമം വേണം. തീർച്ചയായും ഇത്തരം സംഭവങ്ങൾ ഒരിക്കൽ പോലും ഇനി ഉണ്ടാകാൻ പാടില്ല. കാര്യം ആരോഗ്യമന്ത്രിയോട് തന്നെയാണ് ഈ സൂചിപ്പിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ശരിക്കും 100% അവിടെയുള്ള ഡോക്ടർമാരെ ശരിക്കും ബോധവൽക്കരിക്കണം. കാര്യം 1-2 പ്രശ്നങ്ങളല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്നത്, അത്ര രീതിയിലേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ജനങ്ങൾ ആക്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവനവന് വേണ്ടപ്പെട്ട മക്കള്, ബാക്കിയുള്ള ആളുകളൊക്കെ, കുടുംബക്കാരൊക്കെ ജീവൻ ഇല്ലാതാകുന്ന സമയത്ത് അവരുടെ മാനസികാവസ്ഥ എന്താണെന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ആ രീതിയിലേക്ക് ശരിക്കും ജനങ്ങൾക്ക് കൂടെ അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് കൂടെ എന്ത് ചെയ്യണം? പ്രൊട്ടക്ഷൻ കൊടുക്കണം. നന്ദി, നമസ്കാരം.